ബീഹാറിൽ നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ബി.ജെ.പി. ഇക്കാര്യത്തിൽ ഇനി ആശയക്കുഴപ്പം വേണ്ടെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നിതീഷ് കുമാറിന് അനുകൂലമായി സ്ത്രീകൾ ഒന്നടങ്കം വോട്ട് ചെയ്തതാണ് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി 24നോട് പറഞ്ഞു. നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നതെങ്കിലും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് NDA ഇതുവരെ കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല. ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 18 ജില്ലകളിൽ പട്ന ഒഴികെ മറ്റെല്ലായിടത്തും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിലുണ്ടായ റെക്കോർഡ് പോളിംഗ് നിതീഷ് കുമാർ ഫാക്ടർ കാരണമാണെന്ന വിലയിരുത്തലാണ് NDA. രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് തന്നെയെന്ന് NDA പ്രഖ്യാപിക്കുകയാണ്. नीतीश कुमार जी 250 किलोमीटर बाई रोड घूमते हैं प्रतिदिन. मैं पिछले 20-25 साल से उनको जानता हूं. मेरे को कोई फर्क दिखने को नहीं मिला. നേരത്തെ തന്നെ പ്രഖ്യാപനമാവാമായിരുന്നു എന്ന നിലപാടാണ് സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി 24നോട് പറഞ്ഞത്. नीतीश को हमने कोई नहीं बोलता था तो 15 दिन पहले जीतन मांझी वाज जो ओनली मैन जो वॉइस आउट किया कि हम लोगों को डिक्लेयर कर देना चाहिए कि हम लोग का चीफ मिनिस्टर कौन होगा, और हम अपने मन से डिक्लेयर करते हैं कि चीफ मिनिस्टर नीतीश कुमार होंगे. RJDക്ക് മേൽക്കൈയുള്ള ബൂത്തുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി തേജസ്വി യാദവ് ആരോപിച്ചു. ജയിച്ചാൽ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളും ഇന്ന് പറഞ്ഞു. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തേജസ്വിയോ നിതീഷ് കുമാറോ ആരാകും മുഖ്യമന്ത്രി എന്ന് 14-ാം തീയതി അറിയാം. ബീഹാറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.